മാറ്റ്. കളി കണ്ടോണ്ടിരിക്കുക. ടെന്നീസ് വെക്കേ. ഒരു ടെന്നീസ് ചിന്താമണി കൊലക്കേസ് നടന്നോണ്ടിരിക്കുക. ക്ലൈമാക്സ് എത്താറായി. കൊന്നതാരാന്ന് നോക്കട്ടെ. എടാ നീ കണ്ട സിനിമയല്ലേ ഇത്? അത് CD എടുത്തിട്ടല്ലേ കണ്ടത്. ഇതിപ്പോ ടിവിയിലല്ലേ. റീമിക്സിന്റെ കാല. ചിലപ്പോ കൊന്ന ആള് മാറിയാലോ. ദേ ചൊറിയല്ലേ. ആ റിമോട്ടിങ് താ. നീ കഴിഞ്ഞ ആഴ്ചയല്ലേ ഈ സിനിമ ഇരുന്ന് കണ്ടത്? നീ മെഞ്ഞാന്നല്ലേ ടെന്നീസ് കണ്ടത്? എടാ പൊട്ട, അത് സെമി ആയിരുന്നു. ഇത് ഫൈനൽ മാച്ചാ നടന്നോണ്ടിരിക്കുന്നേ. ഈ കലാബോധമുള്ളവർക്ക് സിനിമ കാണാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അതെ, ഞാൻ അവിടെ TV കാണോണ്ടിരുന്നത്. നിന്നോട് ആര് പറഞ്ഞു ഇവിടെ കയറിയിരിക്കാൻ? ഞാൻ വന്നപ്പോ ഇവിടെ ആരുണ്ടായിരുന്നില്ല. അതെ, ഞാൻ കിച്ചണിൽ പോയിരിക്കുകയായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല. നീ ദേ പോയി, ഞാൻ ദാ വന്നു. ഈ റിമോട്ട് വരുന്ന പ്രശ്നമില്ല. ഞാൻ അവസാനായിട്ട് പറയണം, ആ റിമോട്ടിങ് താ. ഇല്ല തരാൻ. ഇത് വലിയ ശല്യായല്ലോ. നിനക്കിന്ന് ജിമ്മിലൊന്നും പോവാനില്ലേ? അത് ശരി. ഇനി എങ്ങനെ കാണും? ഒന്നിന്ന് മാറടി. ഇത് മതി. എന്ത് മതി? FTV എങ്കിൽ FTV. പോടാ വൃത്തിയിട്ടോണ്ട്. Parlez un socle. I was mango cherry. Uy. Excusez-moi. ഈ ഫ്രാൻസുമായുള്ള ഉഭയകക്ഷി ചർച്ചയൊക്കെ കഴിഞ്ഞെങ്കിൽ ഇനി അല്പം ഇന്ത്യയിലെ കാര്യങ്ങൾ കൂടി ഒന്ന് പരിഗണിക്കണേ. വർഷ പിന്നെ വിളിക്കാം. ചേട്ടാ, ഫ്രഞ്ച് പഠിക്കണം. പിന്നെ അത് വേണം. അല്ല, ഈ കോൾ ഇൻകമിംഗ് ആയിരുന്നോ അത് ഔട്ട് ഗോയിങ് ആയിരുന്നോ? ഔട്ട് ഗോയിങ്. ടോണി, എന്താ എൻ്റെ ഉദ്ദേശം? വാട്ട് ആർ യു ഡൂയിങ് വിത്ത് യുവർ ലൈഫ് മാൻ? ഒന്നുമില്ലെങ്കിൽ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സായിട്ട് പഞ്ചാരടിച്ചിരിക്കും, അല്ലെങ്കിൽ കണ്ടുവരുമായി ഫോണിൽ, അതും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ. അതെ, ഞാൻ ഈ കോഫി ഷോപ്പ് തുറന്നു വെച്ചതും ഗ്രാമ്പൽ ഫോൺ കണ്ടുപിടിച്ചതും മാർക്ക് സക്കർബർഗ് അവൻ ഫേസ്ബുക്ക് കണ്ടുപിടിച്ചതേ പഞ്ചാരടിക്കാനല്ല. ചേട്ടാ, അതിൻ്റെ ഇത് പറയരുത്. ഫേസ്ബുക്ക് കണ്ടുപിടിച്ചത് പഞ്ചാരടിക്കാൻ വേണ്ടി തന്നെ. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവണല്ലേ? നന്നാവാൻ വേണ്ടി ഇനി എത്ര തവണ പറയണം? ചേട്ടാ, ഇനി പറഞ്ഞ് വിഷമിക്കണ്ട. ഒരൊറ്റ തവണ ഫേസ്ബുക്ക് ഷെയർ ചെയ്താൽ മതി, ഞാൻ നന്നായിക്കോളാം. ഇനി നീ എൻ്റെ ഇന്ന് വാങ്ങിക്കും. എടാ, ചുമ്മാ ഫ്ലേർട്ട് ചെയ്തോളെ. നീ സമയം ഉണ്ടെങ്കിൽ ആ പോയ എഞ്ചിനീയറിംഗ് പേപ്പറെങ്കിലും എഴുതിയെടുക്കാം. അത് കുറച്ചല്ലേ ഉള്ളൂ ചേട്ടാ. എത്ര? 54. ടോട്ടൽ എത്രയുണ്ട്? 60. എടാ പ്ലീസ്, മമ്മയ്ക്കും പപ്പയ്ക്കും നിന്നെ കുറിച്ചോർത്ത് എപ്പോഴും ടെൻഷനാ. അതല്ലെങ്കിൽ അമേരിക്കക്കാർക്ക് ഏഷ്യക്കാരോട് എപ്പോഴും ടെൻഷനാ. ഓർഡർ എടുത്തിട്ട് മണിക്കൂറെന്നായാലോ? ഇവിടെയൊക്കെ ഇങ്ങനെയാണോ? രാവിലെ ഓർഡർ എടുത്താൽ ഉച്ചയ്ക്ക് ഉണ്ണാറാൻ വേണോ സേവ് ചെയ്യുന്നത്? ഓർഡർ പ്ലേസ് ചെയ്തിട്ട് 10 മിനിറ്റ്സ് ആയതേ ഉള്ളൂ. 50 മിനിറ്റ്സ് ആണ് ഡെലിവറി ടൈം. ഓ, നിങ്ങളുടെ 15 മിനിറ്റ് ആകാൻ ഇനിയും ഞാൻ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണമായിരിക്കും. നോ സർ, ഐ വിൽ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. സാധാരണ ചായക്കടയെല്ലാം കാപ്പിപ്പൊടി വാങ്ങിച്ചുകൊണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. ഇതുപോലത്തെ ഹൈടെക് കോഫി ഷോപ്പിലെല്ലാം കാപ്പിക്കുരു പറിച്ചുകൊണ്ട് വരുന്നവരെ കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ വ്യത്യാസം. സർ, ഐ വിൽ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. പോവല്ലേ? നിങ്ങൾ കാപ്പിക്കടക്കാർക്കെല്ലാം ഒരു വിചാരമുണ്ട്, നമ്മൾ കസ്റ്റമേഴ്സ് എല്ലാം വെറും മണ്ടന്മാരാണെന്ന്, അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഒരു കാപ്പി ഉണ്ടാക്കാൻ എന്താ ഇത്ര താമസം? എന്നിട്ട് തരുന്നതോ ഇൻസ്റ്റന്റ് കോഫി. അതിന് ഇത്ര സമയമോ? ബാക്ക് ഇൻ US ഇങ്ങനെയൊന്നുമല്ല. സാറിന് ഓർഡർ റെഡിയായി കാണും, ഞാൻ വേഗം കൊണ്ടുവരാം സർ. ഇയാൾ ആരാ? ഇത് ഇതുവരെ തീർന്നില്ലേ? മാറ്, ഞാൻ ചെയ്തോളാം.
അയാളുടെ ഒരു അമേരിക്ക എവിടെ നിന്ന് ചോദിച്ചാൽ അമേരിക്ക ജംഗ്ഷൻ ആണെന്ന് പറയുന്ന ടീമായിരിക്കും. അയ്യോ, രാവിലെ ഭാര്യയുടെ കയ്യിൽ നല്ലത് കിട്ടിയിട്ടുള്ള വരവായിരിക്കും. അത് ഞങ്ങളത്തിലേ തീർക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ? വട്ട് നിന്റെ അമ്മായിമ്മയ്ക്ക്. ഫ്രഞ്ച് അല്ല സാറാ, നീ നടങ്ങി. എന്താ നിന്റെ പ്രശ്നം? അവിടെ ഒരു അമേരിക്കൻ ചുകത്താൻ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് മുമ്പിൽ നിന്ന് എന്നെ തൊലി ഉരിച്ചു. അതും ഒരു കാര്യമില്ലാത്ത കാര്യത്തിന്. താങ്ക് ഗോഡ്. എന്ത്? അല്ല താങ്ങേ, നല്ല താങ്ങാണ് താങ്ങിയത്. അല്ല നിക്ക്. ഏതായാലും ഇത്രയൊക്കെ നാണം കെടുത്തി സ്ഥിതിക്ക് നമുക്ക് അയാൾക്കിട്ടൊരു പണി കൊടുത്താലോ? എന്ത് പണി? ഈ കപ്പില് നമുക്ക് അയാൾക്കൊരു കാപ്പി കൊടുത്താലോ? ആഹാ, കൊള്ളാലോ നീ. കസ്റ്റമർ ഈസ് ഗോഡ്. അതാണ് ഞങ്ങളുടെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിപ്പിച്ച ഫസ്റ്റ് ലെസൺ. ഈ ഗോഡിനാണോ നീ കുറച്ച് മുമ്പ് ചേർത്താണെന്ന് വിളിച്ചത്? അത് കസ്റ്റമേഴ്സ് ഞാൻ വഴക്ക് പറയും, കുറ്റം പറയും, ശാസിക്കും. ഓ, അത് അവര് നന്നാവാൻ വേണ്ടിയായിരിക്കും അല്ലേ? നീ പോടാ ഫ്രഞ്ച് ഫ്രോഗെ. ഫ്രോഗായോ? ഈ സുരേഷ് ഗോപി ചേട്ടനൊരു സംഭവം കേട്ടോ. ഷോ, എന്താ അഭിനയം. കേക്കാ ലാസ്റ്റ് പീസാ. അല്ലെങ്കിൽ ഇച്ചിരി ഉഴപ്പഴാ അതിന്റെ ടേസ്റ്റ് കൂടുന്നത്. ആ ഫ്രിഡ്ജിൽ വെച്ചതിന്റെ ആ തണുപ്പും പിന്നെ ആ റിച്ച് ചോക്ലേറ്റിന്റെ ഒരു ടേസ്റ്റും. ഒരു രക്ഷയില്ല. എടാ, നീ ആ റിമോട്ട് തിന്നണ്ട, ഇതെടുത്തോ, എന്നിട്ട് അതിങ്ങത്താ. വിചാരിച്ച മാതിരിയല്ലാട്ടാ, നീ പൊട്ടിയല്ല. പിന്നെ ആ കഴിക്കുന്നതിൽ എത്ര കാലറീസ് ആണെന്ന് അറിയാലോ അല്ലേ? ഓ, അത് സാരില്ല. ഞാൻ ജിമ്മിൽ പോയിട്ടെല്ലാം ബേൺ ഔട്ട് ചെയ്തോളാം. ഉപദേശത്തിനെ നന്ദി. നീ ചോക്ലേറ്റ് തൊണ്ടേ കുടുങ്ങി ചൗടി കണ്ടാ? സത്യം. പിന്നെ ഒന്ന് പോടാ. കണ്ടാ കണ്ടാ അല്ലെങ്കിൽ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി റിമോട്ട് ഞാൻ കൺട്രോൾ ചെയ്തോളാം. സാർ ഇതല്ല, ഇതാണ് ഇമ്പോർട്ടന്റ്. എടി, സുരേഷ് ചേട്ടനെ കണ്ട് പഠിക്കാനുള്ളതാ. നിനക്കതിന്റെ സീരിയസ്നെസ് പറഞ്ഞാൽ മനസ്സിലാവില്ല. സുരേഷ് ഏട്ടനോ? സുരേഷ് ഗോപി ചേട്ടനെ. ഓ അങ്ങനെ ഇപ്പൊ നീ പഠിക്കണ്ട. സാർ, ഈ തുണി ഇവിടുത്തെ റോയ് സാറിന്റെ. ഒരു മിനിറ്റ്. എടി, റിമോട്ട് താടി. പോടാ. സാർ, ആ, എത്രയായി? 150 രൂപ. പറു, അതങ്ങ് കൊടുത്തേക്ക്. റോഷൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, നീ അങ്ങ് കൊടുത്താ മതി. പിന്നെ എപ്പ ഏൽപ്പിച്ചു? വെറും 150 രൂപയുടെ കാര്യമില്ലല്ലോ, അതൊന്ന് കൊടുത്ത് ഒഴിവാക്കാനും. അതെ, ക്യാഷ് ഇപ്പൊ ഇല്ല. താൻ നാളെ വാ, നാളെ തരാം. കയ്യിലഞ്ചിൻ്റെ പൈസയേ ഇല്ല, എന്നിട്ട് സുരേഷ് ഏട്ടൻ്റെ ഡയലോഗ് പഠിക്കാൻ നടക്കുന്നു. എൻ്റെ കടയിലേ ആളൊഴിവുണ്ട്, അങ്ങോട്ട് വന്ന് നിൽക്കും. പിന്നെ ഇതിൻ്റെ വെയിറ്റിംഗ് ചാർജ് ഉൾപ്പെടെ നാളെ ഞാൻ ഒന്ന് വാങ്ങിച്ചോ. പോട്ടെ സുരേഷ് ഏട്ടാ. ആയിക്കോട്ടെ. ഓ, എന്നാലും നിനക്ക് അങ്ങനെ തന്നെ വേണം. എന്റെ പാറു, ഒരു റിമോട്ടിന് വേണ്ടി ആ ഇസ്തിരിക്കാരന് മുമ്പിൽ എന്നെ അവഹേളിച്ചില്ലേ? അവഹേലി? നാണം കെടുത്തിയില്ലേന്ന്. ഓ എടാ ആനന്ദേ, ഇത്രയും വലിയ സിനിമാക്കാരുടെ ജീവിതത്തിലൊക്കെ ഇതുപോലത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതെ, അതെ, അതെ. എന്നാലല്ലേ നാളെ നിനക്ക് ഇന്റർവ്യൂവിൽ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ. അണ്ടർസ്റ്റാൻഡ്? അത് ഞാൻ എന്തായാലും പറയും. എന്നെ സഹായിക്കാത്ത ഏക ഇന്ത്യൻ വനിതാന്ന്. നിക്ക് നിക്ക്, എങ്ങോട്ടാ ഓടുന്നത്? ഇങ്ങനെയാണോ കോഫി സേവ് ചെയ്യുന്നത്? സർ, നിങ്ങൾ ഇവിടുത്തെ ഗ്ലാസ് ഒക്കെ വീക്കെൻഡിലാണോ കഴുകാറ്? എന്ത് പറ്റി സർ? എന്ത് പറ്റിയെന്ന? ലുക്ക്, കണ്ടോ അഴുക്കണ്ടോ? ഇത് കഴുകിയിട്ടില്ല. ദാറ്റ്സ് ഇറ്റ്. 5 രൂപയുടെ കാപ്പിക്ക് 50 രൂപ കൊടുക്കുന്നതും പോരാഞ്ഞ് കഴുകാത്ത കപ്പലും കുടിക്കണമെന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവുന്നത്? പറ കൊച്ചേ. അല്ല സർ, ഞാൻ
വിളിക്ക് നിങ്ങളുടെ മാനേജറെ. സാർ ഞാനത് കൊച്ചിനോടാ പറഞ്ഞ മാനേജറെ വിളിക്കാൻ. സാർ ഞാനത് മാറ്റി സെർവ് ചെയ്ത് തരാം. നോ, മാനേജറെ വിളിക്കുന്നതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസും ഇല്ല. മാനേജറെ വിളിക്കാൻ. സാർ സിനിമയ്ക്കോ? ഞാനും? എന്താ നീ പറയുന്നത്? ഈ കോഫി ഷോപ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും എൻ്റെ കയ്യിലാണ്. സത്യം, ഞാനിവിടെ നിന്ന് 5 മിനിറ്റ് മാറി നിന്നാ എല്ലാം കൊള്ളാവും. സോറിയടാ, ഇന്ന് വേണ്ട, നാളെ. ഇവ സദാസമയം ഫോണിൽ പെറ്റ് കിടക്കാണോ എന്റെ ഭഗവാനെ? എടാ ടോണി, ഒരു അത്യാവശ്യ കാര്യം പറയാനാ, ഒന്ന് ഫോൺ കട്ട് ചെയ്യാമോ? പിന്നെ വിളിക്കാൻ പറയാം. വാവയോ? അത് ഇവിടുത്തെ മാനേജറുമായിട്ടൊരു പോളിസി ഡിസ്കഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന വിഷയത്തിൽ. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ടേക്ക് ബൈ. ഓ ചെറി, കോയസ്റ്റുലെ പ്രോബ്ലമേ? ഇനി ഫ്രഞ്ച് പറഞ്ഞ ഞാൻ നിന്നെ കുത്തിക്കൊല്ലും. പറഞ്ഞത് വേണ്ട. പറ, ഗോഡ് നിന്നെ പിന്നെയും ഫയർ ചെയ്താ? അയാൾക്ക് തൊട്ടേനും പിടിച്ചതിനും പ്രശ്നമാ. ഇപ്പൊ കപ്പൽ അഴുക്കെന്ന് പറഞ്ഞ പ്രശ്നം. അത് കഴുകാത്ത കപ്പൽ ഞാൻ സെർവ് ചെയ്തെന്ന്. ഛേ, ഗോഡിന് അറിയില്ലല്ലോ നിന്റെ ഇരട്ട പേര് ക്ലെൻലിനെസ് ഫ്രീക്ക് എന്നാണെന്ന്. എടാ തമാശകളാ, അയാൾക്ക് ഇപ്പൊ മാനേജർ കാണണമെന്ന്. അല്ല, അതിന് മാനേജർ നീയല്ലേ? ആണ്, പക്ഷേ അത് അയാൾക്കറിയില്ലല്ലോ. ഓ, അപ്പോ സംഭവം സീരിയസ് ആണ്. അല്ല, ഇനി എനിക്ക് ഇടപെടാവോ? ഇടപെടാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിപ്പിച്ചിട്ടില്ല? നൗ വാച്ച് ആൻഡ് ലേൺ. ബാ. ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാത്തവർ ഇത്തരം കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നുവെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഏറ്റവും അഴുക്ക് പുരണ്ട കപ്പുകൾ വൃത്തിയായി നിരീക്ഷിക്കുക. എന്നിട്ട് അതിലേറ്റവും അഴുക്ക് പുരണ്ട ഒരെണ്ണം സെലക്ട് ചെയ്യുക. വാവ്, അത് വേണ്ട, അത് ഇതിലും റേഞ്ച് കൂടിയ കസ്റ്റമേഴ്സിന്റെ കപ്പിൽ മിക്സ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ്. ഇതിൽ അഴുക്ക് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടുത്തുള്ള കപ്പുകളിൽ നിന്നും കുറച്ച് അതിലേക്ക് പുരട്ടാം. ഇതൊക്കെ ഒരു കൈയളവാണ്, ടെൻഷൻ അടിക്കണ്ട, പഠിച്ചോളൂ. ഇപ്പോൾ നമ്മുടെ കപ്പ് കോഫി മേക്കറിൽ നിന്നും കോഫി ഒഴിക്കാൻ തയ്യാറായി കഴിഞ്ഞു. എന്താ കാണിക്കുന്നത്? കൊണ്ടുപോട്ടോളൂ. വേണ്ട വേണ്ട. എടാ ആ സൈഡിലുള്ള അഴുക്കെങ്കിലും ഇച്ചിരി. ഓക്കെ ഓക്കെ, പ്രസന്റേഷൻ ഒന്നും ഒരു കുറവും വേണ്ട. ക്ലീൻ ചെയ്ത് ആ, അകത്തുള്ള അഴുക്ക് പോകാതെ ശ്രദ്ധയോടെ വേണം. വാ. ഓ എന്റെ ദൈവമേ, പണി പാളാതിരുന്നാ കൊള്ളാം. കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിങ്ങനെ പിടിച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ നേരെ കസ്റ്റമർ അടുത്തേക്ക് പോവാം. എല്ലാം സക്സസ്. വാ. Sir. നിങ്ങളാണോ മാനേജർ? Sir, we are extremely sorry, sir. Sara, customer is our god. Don't you know that? Sir, സാറിന് വേണ്ടി സ്പെഷ്യലായി തയ്യാറായി കൊണ്ടുവന്ന കോഫിയാണ്. സർ പ്ലീസ്. യെസ്. ഞാൻ ഈ അഴുക്ക് പുരണ്ട കാപ്പി മാറ്റുകയാണ്. മാറ്റിക്കോ. എക്സലന്റ്. ഇങ്ങനെ വേണം കോഫി. Nice chick. Hi. Can I get the menu card, please? MMO Jasvi Janila. Idio. You French ആണ്? Cubonzi, what do you, ma'am? I love my mom. What? അയ്യോ വാട്ട്, ഞാനിപ്പോൾ വരാം. Idiot. ഫ്രഞ്ച് ഫ്രൈസ് ആയി പോയി. ഐ ഗോട്ട് ഇറ്റ്. അല്ല, അത് ഞാൻ വന്നിട്ട് ചെയ്താൽ മതി. റെസ്റ്റ് ഓഫ് തിങ്സ് യു ക്യാൻ ടോക്ക് വിത്ത് മിസ്റ്റർ ഡേവിഡ്. ഐ വിൽ ടോക്ക് ടു യു ലേറ്റർ. ഓക്കെ, ബൈ. റോയിച്ച, ഫ്രഞ്ച് പഠിക്കണം. ഈ ബുക്കിൽ നിന്ന് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. ഒന്നീ ട്യൂഷന് പോകണം. അതൊന്നും ഒറിജിനലായിരിക്കത്തില്ല. ഒറിജിനൽ പഠിക്കണമെങ്കിൽ അങ്ങ് ഫ്രാൻസിൽ തന്നെ പോകണം. അത് ശരിയാ. അവിടെ ആവുമ്പോൾ അവിടുത്തെ കൾച്ചർ പഠിക്കാം. ചുറ്റുള്ളവരൊക്കെ ഫ്രഞ്ച് സംസാരിക്കും. അപ്പോൾ നീ പെട്ടെന്ന് പഠിക്കും. അതെ, അതാ ഞാൻ പറഞ്ഞു വന്നേ. അങ്ങനെയാണെങ്കിൽ വിസയും പേപ്പേഴ്സൊക്കെ പെട്ടെന്ന് ശരിയാക്കണം. ശരിയാക്കണം. പക്ഷേ ബാങ്ക് ബാലൻസ് കാണിക്കേണ്ടി വരും. അതെനിക്കില്ലല്ലോ. എനിക്കുണ്ടല്ലോ, അത് കാണിക്കാം. അപ്പോൾ ഓക്കെ, അത് മതി. നീ അമേരിക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ കൈയും കാലും തല്ലി ഓടിക്കുന്നു പറഞ്ഞല്ലേ മമ്മയും പപ്പയും നിന്നെ ഇങ്ങോട്ടേക്ക് കെട്ടിയടിച്ചത്.
അപ്പോഴും എൻ്റെ ഫ്രാൻസ് പര്യടനം. മോനാദ്യേ മലയാളം ഇംഗ്ലീഷൊക്കെ മര്യാദയ്ക്ക് പറയാൻ പഠിക്കും, എന്നിട്ട് നമുക്ക് ഫ്രഞ്ചേ ഉണ്ടാക്കാം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഈ ലോഞ്ചിലേക്ക് കയറി വരരുതെന്ന്. നിന്റെ ചുറ്റികളിയൊക്കെ താഴെ കോഫി ഷോപ്പിലോ മതി. എൻ്റെ ഓ പിടിവിടറാ. ഇല്ല, ഞാൻ വിടില്ല. എടാ ആനന്ദ്, നീ please. എന്ത് വേണേലും വിളിച്ചോ, പക്ഷെ നീ തന്നേ പറ്റൂ. എനിക്ക് കാണണം. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ നിനക്കത് കിട്ടില്ലടാ. ഞാനൊന്ന് കണ്ടോട്ടെ, പിന്നെ നിനക്കും കാണാലോ. അയ്യോ, നീ കണ്ടതല്ലടാ. എനിക്കൊന്നുകൂടെ കാണണം പ്ലീസ്. പിടിവിടറാ. അയ്യോ റോയ്ച്ചൻ. അയ്യോ അയ്യോ, എന്തടത് ഒരു തെണ്ടി പിള്ളേരെ പോലെ. എല്ലാത്തിനും കാരണം ഈ വൃത്തിയിട്ടോന്നാ റോയ്ച്ച. വൃത്തികെട്ടോ നിന്റെ. ഒന്നും നിർത്തടാ. ഛേ, എന്തത്? റോയ്ച്ച കേക്കണേ, ഞാനാണ് ആ സോഫ ഇരുന്ന് റിമോട്ട് എടുത്ത് TV കണ്ടോണ്ടിരുന്നത്. ഇവൻ എന്റെ കയ്യിൽ നിന്ന് തട്ടി പറിച്ചൊരു ഒറ്റ ഓട്ടായിരുന്നു. അയ്യോ, ഈ പെണ്ണ് പറയുന്നത് കേട്ടില്ലേ? എന്റെ റോയ്ച്ച, അതിന് മുന്നേ ഞാൻ അവിടെ ഇരുന്ന് TV കണ്ടോണ്ടിരുന്നേ. അത് ശരിയാ, പക്ഷെ അത് കഴിഞ്ഞുള്ള മുമ്പ് ഞാൻ കണ്ടോണ്ടിരുന്നത്. ഏത് കഴിഞ്ഞുള്ള മുമ്പ് പറയടി, ഏത് കഴിഞ്ഞുള്ള മുമ്പ്? എന്ത് പറ്റി റോയ്ച്ച? നിങ്ങളിങ്ങോട്ട് വന്നേ, ചേർന്നിട്ട് ദാ ഇവിടെ കൃത്യം ഇവിടെ ഉന്നം തെറ്റരുത്. ചവിട്ട്, ഒരറ്റ ചവിട്ടിന് തീർക്കണം. അയ്യോ സോറി റോയ്ച്ച. ഞാനും സോറി റോയ്ച്ച. എന്താ നിങ്ങളുടെ പ്രശ്നം? ഒരു TV ഉള്ളതല്ലേ? ആ. പ്രശ്നം വേണ്ട, ഒരു TV കൂടി അങ്ങ് വാങ്ങിക്കളയാം. ആയിക്കോട്ടെ. ഏതാ, LED വേണോ അതോ LCD മതിയോ? ഇപ്പൊ എന്തായി, പ്രശ്നം തീർന്നില്ലേ? പറ, LCD പോരെ? എടാ മണ്ട, LED എടാ പുതിയ ടെക്നോളജി. ഓ LED എങ്കിൽ LED മതി റോയ്ച്ച. അവൻ്റെ ഒരു LED വിട്ട് പൊക്കോണം. മര്യാദയ്ക്കല്ലെങ്കിൽ ഞാൻ കേബിൾ കട്ട് ചെയ്യും. ഇനി വല്ല ദൂരദർശൻ കണ്ടോ എല്ലാവരും. അപ്പൊ പിന്നെ ചാനൽ മാറ്റേണ്ട പ്രശ്നമില്ലല്ലോ. ആ റിമോട്ട് നിന്നേ. തൽക്കാലം ഞാൻ TV കണ്ടോളാം. മാറിക്കോട്ട്. സന്തോഷമായി. അയ്യോ, ഇനി എന്ത് ചെയ്യും? നമുക്ക് അന്താക്ഷരി കളിച്ചാലോ? ആദ്യം ഞാൻ പാടാം, അക്ഷരം നിങ്ങൾ പറ. അന്താക്ഷരി അല്ലടാ, നിന്റെ അന്ത്യാക്ഷരം കുറിക്കും ഞാൻ. നിങ്ങളാടാ തെണ്ടി. അയ്യോ റോയ്ച്ച കൊടുക്ക്, റോയ്ച്ച കൊടുക്ക്. അയ്യോ കളിക്കണോടാ നിനക്ക് അന്താക്ഷരി? റോയ്ച്ച, അന്താക്ഷരി വേണ്ടെന്ന് നമുക്ക് സിനിമ പേര് പറഞ്ഞു കളിക്കാം. അയ്യോ എന്റെ അമ്മോ. കറണ്ട് കെട്ട സമയത്തെങ്കിലും നിനക്ക് ഇച്ചിരി റെസ്റ്റ് എടുത്തൂടെ ടോണി? അതിന്റെ ഇത് ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് കറണ്ട് ചാർജ് ഒന്നും കൊടുക്കണ്ടല്ലോ. പോടാ. ബാറ്ററി കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇവനെ പോലുള്ളവരൊക്കെ പെട്ടുപോയനെ. അതൊന്നും ആരും പറയണ്ട. മൊബൈലിന്റെ ചുറ്റികളിയുടെ കാര്യത്തില് ആരും അത്രയ്ക്ക് മോശക്കാരില്ലെന്ന് എനിക്കറിയാം. ഞാൻ 10 എണ്ണി തീരുന്നതിന് മുന്നേ കറണ്ട് വന്നിരിക്കും. ഓ നമുക്ക് കാണാം. നോക്കാം. 1 2 3 4 5 6 7 8 9 9.1 9 കുറെ കേട്ടിട്ടുണ്ട്. 9.2 9.3 എന്നടാ പത്ത്. എന്നടാ എണ്ണി അങ്ങോട്ട് എത്തട്ടെ റോയ്ച്ച. എന്നടാ എന്നടാ പത്ത്? എന്നടാ അങ്ങനെയാണോ? എന്നടാ പത്ത്? പിടിയിടാ അവനെ. പത്ത് എന്നടാ? ഈ റോയ്ച്ച റിമോട്ട് കാണാൻ